8-10 ആളുകളോട് ഭക്ഷണത്തിന് വേണ്ടി അദ്ദേഹത്തെ കൊണ്ടുപോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാസറേ, യാ ഇബാദല്ലാ എന്നതിനെ കുറിച്ച് സക്കരിയ സൗദി അറേബ്യയിൽ അബ്ദുറഹ്മാൻ ബിൻ ബറാക്ക് എന്ന് പറയുന്ന ഷെയ്ഖിന് ചോദ്യം കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യത്തിന് ബറാക്ക് കൊടുത്ത ഉത്തരം സക്കരിയാക്ക് അനുകൂലമല്ല. അപ്പൊ മൂപ്പർക്ക് അറിയാം, അതുകൊണ്ട് സൗദി അറേബ്യക്ക് പോയിട്ടുണ്ട്. പിന്നെന്തിനാ പിന്നൊന്ന് പോണോ? പിന്നെ രണ്ടാമതൊന്ന് പോണോ? തന്നെയല്ല, യാ ഇബാദല്ലാ എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സഹായം ചോദിച്ചാൽ ജിന്നിനോട്, മലക്കിനോട്, ഹയ്യായ ഹാദിറായ ഖാദിറായ ജിന്നിനോട് സഹായം ചോദിച്ചാൽ ശിർക്കാകോ ഇല്ലേ എന്ന് ഫത്വ പറയാൻ ഹുസൈൻ സലഫിക്ക് കഴിയൂലേ? കഴിയൂലെങ്കിൽ നിങ്ങൾ നിർത്തണം. ഏത് കഴിയൂലെങ്കിൽ ഏർപ്പാട് നിർത്തണം. ഞങ്ങൾ അങ്ങേ താങ്കളെ ബഹുമാനിക്കുന്നു, താങ്കളെ ആദരിക്കുന്നു. പക്ഷേ തിരൂരിൽ താങ്കൾ വരുമ്പോൾ, അടുത്ത ദിവസത്തെ തിരൂര് വരുന്നുണ്ട്, തിരൂരിൽ വരുമ്പോൾ താങ്കൾ വ്യക്തമാക്കണം, യാ ഇബാദല്ലാ എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഹയ്യായ ഹാദിറായ ഖാദിറായ മുസ്ലിമായ ജിന്നിനോട് ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ട കാര്യം സഹായം ചോദിച്ചാൽ അത് ശിർക്കാണോ അല്ലേ? താങ്കൾ വ്യക്തമാക്കണം. താങ്കൾക്ക് അതിന്റെ ബാധ്യത ഉണ്ട്. ഇനി യാ ഇബാദല്ലാ എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അങ്ങനെ വാദല്ലേ എങ്കിൽ, വാദമില്ലെങ്കിൽ ഹയ്യായ ഹാദിറായ ഖാദിറായ മുസ്ലിമായ ജിന്നിനോട് കഴിവിൽപ്പെട്ടതോ അല്ലാത്തതോ ആയ കാര്യം സഹായം ചോദിച്ചാൽ പ്രാർത്ഥിക്കണ്ട, ദുആ ചെയ്യണ്ട, ഇസ്തിഗാസ നടത്തണ്ട, ഇസ്തിആനത്ത് നടത്തണ്ട. സഹായം ചോദിച്ചാൽ അത് ശിർക്കാണോ താങ്കൾ പറയണം. ഈ വിഭാഗത്തിന്റെ സ്റ്റേജ് കിട്ടുമ്പോൾ പ്രസംഗിച്ചാ പോരാ, വിഷയത്തിലേക്ക് ഇറങ്ങി സംസാരിക്കണം. നേരത്തെ ഞാൻ ആവർത്തിച്ച ഒന്ന് ഇവിടെയും ആവർത്തിക്കാണ്. ജമിയത്തുൽ ഉലമയുടെ പുസ്തകം പൊക്കി പിടിച്ചുകൊണ്ട് ജിന്നുകളോട് പ്രാർത്ഥിക്കുന്ന ഒരാളും മുജാഹിദുകൾക്കിടയിലില്ല എന്ന് ജമിയത്തിന്റെ തീരുമാനം ഇനി ബഹുമാനപ്പെട്ട അങ്ക് രണ്ടാമതൊന്ന് വായിക്കരുത്. കാരണം മുജാഹിദുകൾക്കിടയിൽ ആരുമില്ല. അതില്ലോർക്ക് മുജാഹിദുകൾക്കിടയിൽ എന്തുണ്ടാവൂല? സ്ഥാനം ഉണ്ടാവൂല. അങ്ങനെ വാദല്ലോലം നന്നാക്കി എടുക്കാൻ വേണ്ടി കുറച്ചു കാലം ഞങ്ങൾ ഒപ്പം കൊണ്ടുനടക്കും. കാരണം ഇതൊന്ന് പറയുന്നത് കേൾക്കണമല്ലോ. ഒറ്റടിക്കാണ് പുറത്ത് പടിയടച്ച് പിണ്ടം വെക്കുക എന്നൊക്കെ ഹൈന്ദവ സഹോദരങ്ങൾ പറയില്ലേ, എന്നതുപോലെ അകറ്റി നിർത്തൂല. അടുപ്പിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. അതുകൊണ്ട് ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന ഒരാൾ മുജാഹിദുകൾക്കിടയിലില്ല. പക്ഷെ മുജാഹിദുകളിടയിൽ ഉണ്ടായിരുന്ന ചില ആളുകൾക്ക് പുതിയ വാദമുണ്ട്. അതെന്താ? ഹയ്യായ ഹാദിറായ ഖാദിറായ മുസ്ലിമായ ജിന്നിനോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കല്ല. ചില ആളുകളുടെ വാദപ്രകാരം യാ ഇബാദല്ലാ എന്നതിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട എൻ്റെ ഉസ്താദായ ഹുസൈൻ സലഫി, താങ്കളോടുള്ള ബഹുമാനം പരിപൂർണമായും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ താങ്കളോട് അപേക്ഷിക്കുകയാണ്, ഇത് ശിർക്കാണോ അല്ലയോ എന്ന് താങ്കൾ വ്യക്തമാക്കണം. രണ്ടാമതൊരു കാര്യം കൂടി, യാ ഇബാദല്ലാ എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സഹായം ചോദിക്കൽ അത് ഹറാമാണ്, വസീലത്ത് ശിർക്കാണ് എന്ന് ലോകത്ത് കഴിഞ്ഞു പോയ ഏതെങ്കിലും സലഫി പണ്ഡിതൻ പറഞ്ഞതായി തെളിയിക്കാമോ? മൂന്നാമത്തെ ചോദ്യം, എന്താണ് ഭൗതികം? അതിനെന്താ അറബിയിൽ പറയാ? എന്താണ് അഭൗതികം? അതിനെന്താണ് അറബിയിൽ പറയാ? താങ്കൾ വിശദീകരിക്കണം. റുഖിയ്യ ശർഇയ്യ, ഇസ്ലാമിലെ റുഖിയ്യ എന്താണ് താങ്കൾ തന്നെ വ്യക്തമാക്കിയതല്ലേ? ആ റുഖിയ്യ ശർഇയ്യക്കെതിരെ അടിക്കാം എന്ന് പറയുന്ന ആളല്ലേ സക്കരിയ സ്വലാഹി? സൗദി അറേബ്യയിലെ മതകാര്യ മന്ത്രിയായ ഷെയ്ഖ് സാലിഹ് ഇബ്നു അബ്ദുൽ അസീസ് ആലു ഷെയ്ഖിന് കൊടുത്ത 6 ചോദ്യങ്ങളിൽ റുഖിയ്യ ശർഇയ്യ നടത്തുമ്പോൾ അടിക്കുന്നത് ബിദ്അത്താണ് എന്ന് ജമിയത്തുൽ ഉലമയുടെ അഭിപ്രായം അതാണ് എന്ന് സക്കരിയ ഒപ്പിട്ടുകൊണ്ട് ചോദ്യം കൊടുത്തില്ലേ? അതിന്റെ അർത്ഥം റുഖിയ്യ ശർഇയ്യ നടത്തുമ്പോൾ അടിക്കൽ ബിദ്അത്തല്ല എന്നല്ലേ സക്കരിയാന്റെ അഭിപ്രായം? എന്താണ് താങ്കളുടെ അഭിപ്രായം? താങ്കൾ വ്യക്തമാക്കണം. ആ അഭിപ്രായമുള്ളവരുടെ സ്റ്റേജിൽ നിന്നാണോ താങ്കൾ സംസാരിക്കേണ്ടത്? അതല്ല കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ആദർശം ഉറക്കെ പറയുന്ന, അതിന് ധൈര്യം കാണിച്ചുകൊണ്ട് അതിന്റെ സ്റ്റേജിലാണോ താങ്കൾ നിൽക്കേണ്ടത്? തിരൂരിലേക്ക് പോകുന്നതിന് മുമ്പ് നട്ടപ്പാതിരാക്ക് നെഞ്ചത്ത് വിരൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട എൻ്റെ ഉസ്താദേ, താങ്കൾ ഒന്ന് ചിന്തിക്കണം. സ്നേഹത്തോടു കൂടിയുള്ള അപേക്ഷയാണ്.
സ്നേഹത്തോടു കൂടിയുള്ള അപേക്ഷ. താങ്കൾ എന്നോട് പറഞ്ഞില്ലേ നാസറേ, അവരുടെ വിശ്വാസം എനിക്കില്ല, അവരുടെ വിശ്വാസം എനിക്കില്ല. തിരൂരിൽ വരുമ്പോൾ താങ്കൾ വ്യക്തമാക്കണം, അവർക്കുള്ള വിശ്വാസം താങ്കൾക്കില്ലാത്ത വിശ്വാസം ഏതാണ് ആ വിശ്വാസം? എന്നിട്ട് പോരെ ജമിയത്തുൽ ഉലമയെയും TP-യെയും AP-യെയും അബ്ദുറഹ്മാൻ സലഫിയെയും ഒക്കെ കുറ്റപ്പെടുത്തുന്ന രൂപത്തിലുള്ള സംസാരം? ഞാൻ ബഹുമാന്യനായ എൻ്റെ ഉസ്താദിനോടുള്ള ആദരവ് സൂക്ഷിച്ചുകൊണ്ടാണ് പറയുന്നത്. സങ്കടമുണ്ട്. ഈ ഹദീസിനെ കുറിച്ച് താങ്കൾ പറഞ്ഞല്ലോ, ഹദീസ് ലൈഫ് ആണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ചർച്ച വേണ്ട. താങ്കൾ പ്രസംഗിച്ചതല്ലേ, അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ലൈഫായ ഹദീസിനെ കുറിച്ച് ആര് പറഞ്ഞാലും പിന്നെ അതിൽ യാതൊരു അഭിപ്രായമില്ല. ആ അഭിപ്രായം ഒന്നും സ്വീകാര്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയത്തിനാണ് ഞാൻ കൂടുതൽ സമയം കൊടുത്തത്. മറ്റുള്ള വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കണമെങ്കിൽ